ഒഴിവ് കഴിവ് ഇന്നത്തെ ദിവസം എളുപ്പമാക്കുന്നു, പക്ഷെ നാളെ കൂടുതൽ കഠിനമാക്കുന്നു. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടെന്നാണ്. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്കും ശല്യമാവാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നു. ദൈവം നൽകിയതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറവി. അതുകൊണ്ടാവും ഇന്നലെ എന്നെ വേദനിപ്പിച്ചവരെ നോക്കി ഇന്നെനിക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ആരും അവസാനം വരെ കാണില്ല. നമുക്ക് നമ്മൾ മാത്രമേ കാണൂ. നമ്മളെ സ്വയം മനസ്സിലാക്കി നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. ആരും ആർക്കും സ്വന്തമല്ല. അമിത സ്നേഹവും അമിത വിശ്വാസവും എവിടെ കാണിച്ചോ അവിടെ നമ്മൾ കരയേണ്ടി വരും. നമ്മളോട് എങ്ങനെ പെരുമാറിയെന്ന് ആരും ചിന്തിക്കില്ല. നമ്മൾ അവരോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് മാത്രം ഒടുക്കം വലിയൊരു തെറ്റായി മാറും. ഒരു ചെറിയ കാര്യത്തെ ഒരുപാട് വാക്കുകളിൽ പറയരുത്. എന്നാൽ ഒരു വലിയ കാര്യത്തെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പഠിക്കണം. എത്ര തവണ വഞ്ചിക്കപ്പെട്ടു എന്നതിന് അത്ര തവണ വീണ്ടും വിശ്വസിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്തെന്നറിയാതെ ഒരിക്കലും ആരിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക. അവർക്ക് നമ്മൾ ഒരുപക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാവാം. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്തു പിടിക്കുക. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്കാണ് നമ്മെ ഏറ്റവും നന്നായി ചതിക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമാണ്. കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ജീവിക്കാൻ മറന്നുപോകും. കരയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്ക് ആരുണ്ട് ഈ ലോകത്ത് എന്ന് ചിന്തിച്ച് വിഷമിക്കാതെ നമ്മെ വിശ്വസിച്ച് ആരൊക്കെയുണ്ട് എന്ന് ചിന്തിച്ചാൽ ജീവിതം അർത്ഥമുള്ളതാകും. കൂടെ ഉള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്ക് ഒരു ഭാരമായി മാറുന്നു. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. മെഴുകുതിരി പോലെ മറ്റാർക്കും വേണ്ടി എരിഞ്ഞു തീരാതിരിക്കുക. പ്രകാശം നൽകുന്ന സമയം മാത്രമേ നമുക്ക് വില ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ തൻ്റേതായ അഭിപ്രായം അല്ലെങ്കിൽ മറുപടി പറയേണ്ടിടത്ത് പറയാനുള്ള ധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. പറയാതിരുന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ആരോടും തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ശ്രമിച്ചാലും പിന്നീട് കഴിയില്ല. അപമാനിച്ചവരെ കൊണ്ട് അഭിമാനം എന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് അടിച്ചമർത്തിയവർക്ക് മുമ്പിൽ അതിഗംഭീരമായി തല ഉയർത്തി നിന്ന് കാട്ടിക്കൊടുക്കണം. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ബഹുമാനം, സമാധാനം, അറിവ്, സമയം, സ്നേഹം, സന്തോഷകരമായ കുടുംബം എന്നിവയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ഒരു മരത്തിന് ചില്ലകൾ നഷ്ടപ്പെടുമ്പോൾ പുതിയവ തളിർക്കാറുണ്ട്.